പാറ്റ പാർട്ടി കൂട്ടായ്മയുടെ കേരളത്തിലെ ആദ്യ ശ്രമം പാളി. മറൈൻ ഡ്രൈവിലെ കൂട്ടായ്മയിലേക്ക് ഒരാൾ പോലും എത്തിയില്ല. കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ ഒത്തുചേരുന്നുവെന്ന പ്രചാരണമുണ്ടായത് ഇന്ന് രാവിലെ. അതിനിടെ CJPയുടെ ഗ്രൂപ്പിൽ മറ്റൊരു കൂട്ടായ്മയുടെ ഗ്രൂപ്പിൽ ഇത്തരം കൂട്ടായ്മയ്ക്ക് ശ്രമങ്ങളില്ല എന്ന് പോസ്റ്ററും പ്രത്യക്ഷപ്പെട്ടു. പാറ്റ പാർട്ടിയുടെ കൂട്ടായ്മയ്ക്ക് ആഹ്വാനം ചെയ്തവരിൽ ഒരാൾ പോലും കൊച്ചി മറൈൻ ഡ്രൈവിലേക്ക് എത്തിയില്ല. കോക്രോച്ച് ജനതാ പാർട്ടി കൂട്ടായ്മയുടെ കേരളത്തിലെ ആദ്യ ശ്രമം അങ്ങനെ പൊളിഞ്ഞു പാളീസായി. കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ ഒത്തുചേരുന്നുവെന്ന രീതിയിൽ ഇന്ന് രാവിലെ മുതൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചാരണം ആരംഭിച്ചിരുന്നു. ഇത് വാർത്തയായതോടെ ആഹ്വാനം ചെയ്തവർ തന്നെ പിൻവാങ്ങി. അതിനിടെ CJPയുടെ മറ്റൊരു ഗ്രൂപ്പിൽ കൂട്ടായ്മയുടെ ശ്രമങ്ങളില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. കൂട്ടായ്മ സംബന്ധിച്ച ആസൂത്രണങ്ങളൊന്നും നടന്നിട്ടില്ലെന്നായിരുന്നു പോസ്റ്ററിലെ വാചകം. പാറ്റ പാർട്ടി എന്ന ഗ്രൂപ്പിനെ നിയമപരമായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കൂടിയാലോചനയാണ് കൂട്ടായ്മയുടെ ഉദ്ദേശമെന്നും പ്രചരിപ്പിക്കപ്പെട്ട പോസ്റ്ററിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പാറ്റ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരുടെ കേരളത്തിലെ ആദ്യ കൂട്ടായ്മ ലക്ഷ്യത്തിലെത്താതെ തകർന്നടിഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കളായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചിലരുടെ പശ്ചാത്തലം സംബന്ധിച്ച് IB അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊടുംഭീകരൻ അബ്ദുൽ നാസർ മഅദനിയുടെ ബന്ധു ഇഷ മറിയം ഹാരിസാണ് അതിലൊരാൾ. മഅദനിയുടെ ഭാര്യ സുഫിയ മദനിയുടെ മാതൃസഹോദരന്റെ മകളുടെ മകളാണ് ഇഷ മറിയം ഹാരിസ്. ഈ യുവതി പ്രവർത്തിച്ചിരുന്ന NGOകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ജനം, കൊച്ചി.